ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ റിയ, അല്ല ഇതാര് മഞ്ജുവോ? പിന്നല്ലാതെ. ആ 2-3 മാസം മുമ്പ് വിളിച്ചിട്ട് പോയതാ, പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. ഇടയ്ക്കൊക്കെ നിനക്കൊന്ന് വിളിച്ചൂടെ? അത് പിന്നെ സമയം കിട്ടണ്ടേ മോളെ. കുറേ കൊല്ലം കൂടി ഹസ്ബൻഡ് നാട്ടിൽ വന്നതല്ലേ, അതും 2 മാസത്തേക്ക്. ആ അത് ശരിയാടി. ഹസ്ബൻഡ് പോയോ എന്നിട്ട്? ആ പോയി. ആ അതായിരിക്കും നീ വിളിച്ചത് അല്ലേടി? ഒന്ന് പോടി, നീ വിളിച്ചപ്പോൾ എടുക്കാനത് തിരക്കായതുകൊണ്ടാ മോളെ, ഒന്നും തോന്നല്ലേ. ഏയ് ഇല്ലടി, എനിക്കറിയത്തില്ലേ. പിന്നെ വേറെ വിശേഷങ്ങൾ എന്തൊക്കെയാ? ഇത്തവണ വീണ്ടും ട്രോഫി കിട്ടുമോ? ഒന്ന് പോടി. എടി, ഞാൻ വിളിച്ചത് നമ്മുടെ ബാച്ചിൻ്റെ ഒത്തുകൂടലുണ്ട്, നമുക്ക് പോയാലോ? ആണോ, എപ്പോഴാ? ഈ മാസം 20-ന്. ഓ, അപ്പോൾ ഇനി 2 ആഴ്ചയേ ഉള്ളൂ അല്ലേടി? അതേടി, നമുക്ക് പോകാം. കൂടെ പഠിച്ച എല്ലാവരെയും കണ്ടൂടെ, ഒന്ന് ആസ്വദിക്കുകയും ചെയ്യാം. എടി, അത് ഇവിടെ എൻ്റെ കെട്ടിയോൻ അതിനൊന്നും സമ്മതിക്കില്ല. അപ്പോഴാ ഒരു ഒത്തുകൂടൽ, എന്നെ ആട്ടും. ഹാ, നീയൊന്ന് പറഞ്ഞു നോക്ക്. ആടി, നോക്കാം എന്തായാലും. പക്ഷെ അങ്ങേര് വരികയില്ല, എന്നെ ഒത്ത് വിടുകയില്ല. ഒറ്റയ്ക്ക് എന്നെയും വിടില്ലടി. ആണോ? അപ്പോൾ നീ എങ്ങനെ വരും? ഞാൻ എൻ്റെ അമ്മായപ്പനെ കൂട്ടും. അമ്മായപ്പനോ? ഇങ്ങനൊരു ഫംഗ്ഷന് അമ്മായപ്പനെയും കൂട്ടിയാണ് പോവുക? അതിനെന്താടി, കൂട്ടിനൊരാൾ അത്രയല്ലേ വേണ്ടൂ. ഒറ്റയ്ക്ക് എന്തായാലും വിടില്ല. പപ്പ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ആഹാ, അടിപൊളി. ആ നീയും വാ. ഹസ്ബൻഡ് വന്നില്ലെങ്കിൽ അമ്മായപ്പനെ പോക്ക്. ഇങ്ങനത്തെ കാര്യത്തിൽ ഭർത്താവിൻ്റെ അച്ഛന്മാരാണ് സൂപ്പർ, മസലും പിടിച്ച് നിൽക്കുന്ന ഭർത്താക്കന്മാരെക്കാൾ. ആ അത് ശരിയാടി. പക്ഷേ എല്ലാവരും ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ലേ അവിടെ വരിക. അതിനിപ്പോൾ എന്താടി, ഭർത്താവ് വരാൻ കഴിയാത്തവരും നാട്ടിലില്ലാത്തവരും എന്ത് ചെയ്യാനാ? നമ്മളെപ്പോലുള്ളവർക്ക് ഇങ്ങനെയുള്ളതിനൊന്നും പോവണ്ടേ? ശരിയാടി, നീയും വാ. നോക്കട്ടെടി, കെട്ടിയോൻ എന്തായാലും വരില്ല. അച്ഛനെ കാണാൻ കിട്ടുന്നത് രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴാണ്. എപ്പോഴും പറമ്പും തോപ്പും എന്ന് പറഞ്ഞ് അധ്വാനം തന്നെയാ ഏത് നേരവും. എങ്ങനെയെങ്കിലും നോക്കടി, കുറേ കഴിഞ്ഞ് കാണുന്നതല്ലേ. ആ നോക്കട്ടെടി, പക്ഷെ ഉറപ്പില്ല. നീ നോക്ക്, സമയമുണ്ടല്ലോ, മെല്ലെ അവതരിപ്പിച്ചാൽ മതി. ആ എടി, ഞാൻ വെക്കുകയാണേ, ഒരു കോള് വരുന്നുണ്ട്. ആ ഓക്കേടി. കോള് കട്ട് ചെയ്ത് റിയ കുറച്ചു നേരം ബെഡിലിരുന്നു. +2 ഒരുമിച്ച് പഠിച്ച ഉറ്റ സുഹൃത്താണ് മഞ്ജു. കൗമാരകാലത്ത് ചെയ്തു കൂട്ടിയ കളികളും വേണ്ടാദീനങ്ങളും അവളുടെ മനസ്സിലേക്ക് വന്നു. ബാക്കി ആരെ കണ്ടില്ലെങ്കിലും മഞ്ജുവിനെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്. അവസാനം കല്യാണത്തിന് കണ്ടതാണ്. ഒത്തുകൂടലിന് പോകാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് അവൾ ആലോചിച്ചു. മഞ്ജു അമ്മായപ്പനെയാണ് കൂട്ടുന്നതെങ്കിൽ എനിക്കും കൂട്ടാം. രതീഷേട്ടൻ എന്തായാലും ആട്ടി ഓടിക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് പറയാൻ വേണ്ട. പക്ഷേ അച്ഛനോട് പറയാൻ അച്ഛനെ ഒന്ന് കാണണ്ടേ. അങ്ങനെ അച്ഛനെ തേടി അവൾ മെല്ലെ റൂമിൽ നിന്നും വെളിയിലിറങ്ങി. ഈ മീനത്തിൽ 26 വയസ്സ് കഴിഞ്ഞ റിയയെ കെട്ടിച്ചു വിട്ടത് ഒരു ഗ്രാമത്തിലേക്കാണ്. ഭർത്താവ് രതീഷ്, അമ്മായിയമ്മ ലക്ഷ്മി, അമ്മായിച്ചൻ ശ്രീധരൻ നമ്പ്യാർ. അവരുടെ ഒറ്റ മകൻ രതീഷാണ് റിയയെ മിന്നു കെട്ടിയത്. അവർക്ക് നഴ്സറിയിൽ പഠിക്കുന്ന ഒരു മോനുമുണ്ട്. രതീഷിന് വലിയൊരു കമ്പനിയിൽ മാർക്കറ്റിംഗ് ആണ് ജോലി. അതവൻ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്തതുമാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലാണ്. കൂടുതൽ അധ്വാനിക്കാനൊന്നും കക്ഷി നിൽക്കാറില്ല. എന്തു തന്നെയായാലും എല്ലാം പെട്ടെന്ന് വേണം, എല്ലാം പെട്ടെന്ന് തന്നെ നടക്കണം. ക്ഷമ തീരെയില്ല. അച്ഛൻ ശ്രീധരൻ്റെ ഒരു ഗുണങ്ങളൊന്നും അവന് കിട്ടിയിട്ടില്ല. സ്ഥലവും സ്വത്തും കൊണ്ട് സമ്പന്നനാണ് ശ്രീധരൻ. ഏക്കർ കണക്കോളം വരുന്ന പറമ്പ് കെട്ടിത്തിരിച്ച് ഒത്ത നടുക്ക് തറവാട് പോലൊരു വലിയ വീട്. ആദ്യം കൂട്ടുകുടുംബമായി താമസിച്ചു പോയെങ്കിലും സ്വത്ത് തർക്കം വന്ന് ഭാഗം വെച്ച് വേർപെട്ടു. എന്നാലും ബന്ധുവീടൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. അതിനുശേഷം ശ്രീധരൻ്റെ ഒറ്റ അധ്വാനത്തിൽ നേടിയതാണ് ബാക്കിയെല്ലാം. അതുകൊണ്ട് നാട്ടുകാർക്കെല്ലാം നല്ല ബഹുമാനമാണ്, വീട്ടുകാർക്ക് അസൂയയും. ലളിതമായ വേഷം, ലളിതമായ രീതികൾ, എല്ലാത്തിനും ലളിതം.
അതാണ് ശ്രീധരൻ്റെ ശൈലി. മരുമകൾ കല്യാണം കഴിഞ്ഞ് വന്നതു മുതൽ സംസാരങ്ങൾ കുറവാണെങ്കിലും നല്ല സ്നേഹമാണ് ശ്രീധരന്. ചെറിയ കൊച്ചല്ലേ എന്ന് പറഞ്ഞ് എല്ലാത്തിനും സമ്മതിക്കും, എല്ലാ ആവശ്യങ്ങളും ചെയ്തു തരും. ഭാര്യ ലക്ഷ്മിയാണെങ്കിൽ സ്നേഹം ഉള്ളിലുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു പരുക്കം മട്ടാണ്. ശ്രീധരന് ഭാര്യയോട് ബഹുമാനവും അല്പം പേടിയുമാണ്. പക്ഷേ തൻ്റെ ആണത്തം കളഞ്ഞൊരു പരിപാടിക്കും ശ്രീധരൻ നിന്നിട്ടില്ല. അതായത് പെണ്ണില്ലെന്ന് സാരം. റിയയുടെ വീട്ടിൽ അച്ഛനും അമ്മയും +2 പഠിക്കുന്ന ഒരനുജനുമാണുള്ളത്. റിയയുടെ സൗന്ദര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് കൊമ്പത്തുനിന്ന് വരുന്ന ആലോചനകളെ അമ്മ ജയശ്രീ നോക്കിയിട്ടുള്ളൂ. അവർ ഒരു മുഷുണ്ടക്കാരിയായതുകൊണ്ട് അമ്മ പറയുന്നതിനൊപ്പരം റിയ ചിന്തിക്കാറില്ല. അങ്ങനെയാണ് ബ്രോക്കർ കൊണ്ടുവന്ന രതീഷിൻ്റെ ആലോചന അവർ ഉറപ്പിച്ചത്. പെണ്ണിനെ രതീഷിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവർ വേറൊന്നും ചിന്തിച്ചില്ല. അങ്ങനെ റിയ സമ്പന്നൻ ശ്രീധരൻ നമ്പ്യാരുടെ കുടുംബത്തിലെ ഒരാളായി മാറി. അച്ഛൻ പുറത്തു പോയതാണെന്ന് അമ്മ ലക്ഷ്മിയുടെ പക്കൽ നിന്നും അവൾക്കറിയാൻ കഴിഞ്ഞു. അല്ലെങ്കിലും പെട്ടെന്ന് തന്നെ കാര്യം പറയേണ്ടെന്ന് അവൾക്കും തോന്നി. സമയമുണ്ടല്ലോ. അല്ലെങ്കിലും സ്നേഹത്തോടെ പെരുമാറുന്ന അമ്മായച്ചൻ്റെ മുന്നിൽ എന്തു കാര്യവും പറയും ചോദിക്കാമെന്ന ധൈര്യം അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ അന്ന് രാത്രി കുഞ്ഞിനെ ഉറക്കി ബെഡിലേക്ക് തല ചായച്ചപ്പോഴാണ് കുറ്റിയിടാതിരുന്ന ജനൽ ശക്തിയായി കാറ്റടിച്ചു വന്നത്. ശക്തമായ കാറ്റ് ഉള്ളിലേക്ക് ഇരച്ചു കയറി, കൂടെ തണുപ്പും. പെട്ടെന്നുണ്ടായ നെട്ടലിൽ ബെഡിൽ എഴുന്നേറ്റിരുന്ന് അവൾ മുടിയൊന്ന് കൂട്ടി മുറുക്കി കെട്ടി. എന്നിട്ട് എഴുന്നേറ്റ് ജനലടച്ച് കുറ്റിയിട്ടു. മുറിയിലാകെ തണുപ്പ് പടർന്നിരുന്നു. ആ അർത്ഥനാദത്തോടെ ബെഡിലേക്ക് തിരിച്ചു കയറി അവൾ നിവർന്നു കിടന്നു. ഈ മഴക്കാലം മനുഷ്യനായി പിറന്ന ആർക്കായാലും നല്ലൊരുറക്കം സമ്മാനിക്കുമെന്നത് ഉറപ്പാണ്. എന്നാൽ ഈ രാത്രി വൈകിയ വേളയിലും യൗവനയുക്തയായ റിയയ്ക്ക് ഉറക്കത്തിൻ്റെ ഒരു ലക്ഷണവുമില്ല. ചരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഒരു രക്ഷയില്ല. അവസാനം മുറിയിലെ ഇരുണ്ട വെളിച്ചത്തിൽ തലയിണ പുറകിലേക്ക് വെച്ച് ചാരിയിരുന്നു. വല്ലപ്പോഴുമെങ്കിലും ശരീരത്തിൻ്റെ ആവശ്യം തീർക്കണം. അവളുടെ മനസ്സ് മന്ത്രിക്കുന്ന പോലെ അവൾക്ക് തോന്നി. ശേഷം ഫോണെടുത്ത് നോക്കി. ഭർത്താവ് രതീഷിൻ്റെ അവസാന മെസ്സേജ്: തിരക്കിലാണ്, ഞാൻ വിളിക്കാം. അതിനുശേഷം പുള്ളി വാട്സപ്പിൽ വന്നിട്ടില്ല. ഈ തണുത്ത മഴക്കാലം തുടങ്ങിയിട്ടും തൻ്റെ ഭർത്താവ് അടുത്തില്ലാത്തതിനാൽ അവൾ വല്ലാതെ വിഷമിച്ചു. കല്യാണം കഴിഞ്ഞ ശേഷം ഹണിമൂണിലല്ലാതെ അങ്ങേരെ പിന്നെ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടും വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും താൻ മുൻകൈ എടുത്തിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നടക്കുമല്ലോ. ചെറിയ ദാഹം തോന്നിയ അവൾ മുറിയുടെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി നേരെ അവൾ അടുക്കളയിലേക്ക് നടന്നു. അടുക്കള തുറന്നിട്ടിരിക്കുന്നു. ഈ സമയത്ത് ഇതാരാണ് അടുക്കളയിലെന്ന് അവൾ ഓർത്തു. അവൾ അടുക്കളയിലേക്ക് നടന്നു. വെളിച്ചമുണ്ടെന്നല്ലാതെ ആരെയും കാണുന്നില്ല. നോക്കുമ്പോൾ അടുക്കള വാതിൽ പാതി തുറന്നിട്ടുണ്ട്. അവൾ അവിടെ എത്തി പുറത്തേക്ക് നോക്കിയപ്പോൾ വിറകുപുരയും തുറന്നിട്ടുണ്ട്. ഇതെന്ത് അതിശയം എന്ന് കരുതി അവൾ പുറത്തേക്കുള്ള പറമ്പിലേക്ക് കണ്ണ് നട്ടപ്പോൾ തലയിൽ വെട്ടവും കത്തിച്ച് ഒരു മൺവെട്ടിയും എടുത്ത് ആഞ്ഞു കൊത്തുകയാണ് ആ മനുഷ്യൻ. അവളുടെ അമ്മായച്ചൻ, ഭർത്താവിൻ്റെ അച്ഛൻ ശ്രീധരൻ. ഇങ്ങർക്കിത് ഭ്രാന്തായോ എന്നാലോചിച്ച് അവൾ പടിമേലിറങ്ങി. അല്പമായി വീശുന്ന തണുത്ത കാറ്റിൽ അവളുടെ മുഖം വരെ കുറുകിപ്പോയി. കാറ്റ് കാരണം അവൾ മെല്ലെ കൈകൾ കൂട്ടി നടന്നു. അച്ഛാ. ആ വിളിയിൽ തിരിഞ്ഞു നിന്ന് ചാല് കീറുന്ന ശ്രീധരന് ഒരു മിന്നൽ പിണർ പോലെയായിരുന്നു ചെവിയിലെത്തിയത്. പരിഭ്രമത്തോടെ തല ഉയർത്തി മുന്നോട്ട് നോക്കി. വിളി എവിടെ നിന്ന് വന്നുവെന്ന് മനസ്സിലാവാതെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മരുമകൾ റിയ പുറകിൽ നിൽക്കുന്നത് അയാൾ കണ്ടത്. ഹോഫ്! അയാൾ ശ്വാസമൊന്ന് എടുത്തു നിവർന്നു. എന്താ മോളെ, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? അതും പറഞ്ഞ് അയാൾ അവളുടെ നേരെ തിരിഞ്ഞപ്പോൾ വെളിച്ചം അവളുടെ മേലേക്ക് പതിച്ചു. അവൾ തല വെട്ടിച്ച് കുറച്ച് മാറി. അച്ഛാ, ആ വെളിച്ചം മാറ്റച്ചാ. അയ്യോ സോറി മോളെ. ശ്രീധരൻ തലയിൽ വെച്ച ടോർച്ച് എടുത്തു മാറ്റി. അല്ല, നീ ഉറങ്ങിയില്ലേ? ആ അച്ഛാ, ഉറങ്ങിയിരുന്നു. വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിൽ വന്നതാ. അപ്പോൾ അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. ആ, എന്നാ പോയി കിടന്നോ, അച്ഛന് കുറച്ച് പണിയുണ്ട്. അതും പറഞ്ഞയാൾ തൂമ്പയിലേക്ക് പിടിച്ചു. അല്ല, അച്ഛനെന്താ ഭ്രാന്തുണ്ടോ ഈ രാത്രി ഇത് ചെയ്യാൻ?
അല്ല മോളെ, നീ മഴക്കാർ കാണുന്നില്ലേ? പുലർച്ചെ മറ്റോ പെയ്താ ഇവിടെ ആകെ നിറയും. ഇപ്പോൾ ചാല് കീറാലേ ഗുണമുള്ളൂ. ഓ, അതിന് മഴയൊന്നും പെയ്യില്ല അച്ഛാ, കാറ്റ് മാത്രമേ ഉള്ളൂ. അത് നിനക്കറിയാനിട്ടാ. ചിലപ്പോൾ ഇപ്പോൾ തന്നെ പെയ്യും. മോള് പോയി കിടന്നോ? എന്നിട്ട് കഴിയാറായോ അച്ഛാ? ആ, ഏകദേശം. എന്താ? ഇനി കിടന്നാൽ ഉറക്കൊന്നും വരില്ല അച്ഛാ. തൽക്കാലം ഞാനിവിടെ നിൽക്കാം. അത് രാത്രിയല്ലേ മോളെ, ഇരുട്ടത്തങ്ങനെ നിൽക്കണ്ട. അതിനെന്താ, അച്ഛനില്ലേ ഇവിടെ? എന്നാ ആ പുല്ലിൻ്റെ അവിടെ നിന്ന് മാറി കുറച്ചപ്പുറം നിൽക്ക്. നിർബന്ധിച്ച് പറയേണ്ടെന്ന് തോന്നി അയാൾ അങ്ങനെ പറഞ്ഞു. എന്നാലും വെട്ടുന്ന മസിലുകൾ കാണിച്ച് മാറ്റിക്കെട്ടിയ മുണ്ട് മാത്രം എടുത്ത് മരുമകളുടെ മുന്നിൽ നിൽക്കാൻ അയാൾക്കൊരു ചമ്മലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവളോട് കുറച്ച് മാറി നിൽക്കാൻ അയാൾ പറഞ്ഞത്. പോരാത്തതിന് ഉള്ളിലൊന്നുമില്ല. കയ്യിൽ മാറ്റിക്കെട്ടിയത് കുറച്ച് താഴ്ത്തി വെച്ച് അയാൾ ചാല് കീറാൻ തുടങ്ങി. എന്താ ഒരു ഉറപ്പ്! തൻ്റെ ഭർത്താവ് തലകുത്തി നിന്നാൽ കിട്ടുമോ ഇതുപോലെയുള്ള ഒരു ഉറച്ച ശരീരം? 52 വയസ്സായി കാണും. രാത്രിയും പകലുമില്ലാത്ത അധ്വാനം. ഈ കണ്ട പറമ്പ് മുഴുവൻ വാഴയും മറ്റു കൃഷിയും നടത്തിക്കൊണ്ടുപോകുന്ന അച്ഛൻ തന്നെയാണ് രതീഷേട്ടനേക്കാളും മുൻപിൽ. വെറുതെ അല്ല എൻ്റെ അത്യാഗ്രഹിയായ അമ്മ പറന്ന് നടന്നിരുന്ന എന്നെ നേരത്തെ പിടിച്ച് കെട്ടിച്ച് ഈ കുടുംബത്തിലേക്ക് എത്തിച്ചത്. ഇരു കൈത്തുടകളും അവൾ ഉറച്ചുകൊണ്ട് അല്പനേരം അച്ഛനെ ശ്രദ്ധിച്ചു നിന്നു. മോളെ, നിലം ശ്രദ്ധിക്കണം കേട്ടോ. മരുമകളുടെ നിശബ്ദത കണ്ട് ശ്രീധരൻ പണിക്കിടയിൽ പറഞ്ഞു. എന്തു പറ്റിയച്ച? അത് പറമ്പല്ലേ മോളെ, എന്തെങ്കിലും ഉണ്ടാകും. അയ്യോ, ഏയ് പേടിക്കണ്ട മോളെ, ശ്രദ്ധിച്ചാൽ മതി. അയ്യോ, എനിക്ക് പേടിയാച്ചാ, ഞാൻ അങ്ങോട്ട് വരട്ടെ? എന്തു പറ്റി? അത് അവിടെ വെളിച്ചമുണ്ടല്ലോ. അത് മോളെ, ഇവിടെ ചെളിയുണ്ട്. മോളുടെ കാലിൽ ചെളിയാകും. അത് സാരില്ല അച്ഛാ, എനിക്കിവിടെ പേടിയാ. ഈശ്വര, ഇവളെന്ത് ഭാവിച്ച? ശരി, നോക്കി വാ. അത് കേട്ട് റിയ മൺതട്ടിൽ ഉയർന്ന ഭാഗത്തേക്ക് നടന്ന് അയാൾക്കരികിലെത്തി. കഴിയാനായില്ലേ അച്ഛാ? ആ മോളെ, ഇതാ വരമ്പ്. അങ്ങോട്ടേക്ക് നീളത്തിൽ കയറിയാൽ തീർന്നു. ശ്രീധരൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ അവളും ഒപ്പം നീങ്ങി. ചെറുതായി മണ്ണ് പറ്റിയ അവളുടെ കൊലുസിട്ട കാൽപാദങ്ങൾ അയാൾ കണ്ടു. നേർത്ത നീണ്ട വിരലുകൾ. ശ്രീധരൻ ഇതൊക്കെ കാണുന്നതും ശ്രദ്ധിക്കുന്നതും ഇപ്പോഴാണ്. കാലിൽ ചെളിയാക്കണ്ട വലിയ കാര്യമുണ്ടോ മോളെ, അതും ഈ രാത്രിയിൽ? അച്ഛനും അതല്ലേ ചെയ്യുന്നത്. ഇവളെ കൊണ്ട് തോറ്റല്ലോ. അതും പറഞ്ഞ് അയാൾ ചിരിച്ചു. വെള്ളം മുറിയിൽ കൊണ്ട് വെച്ചുടായിരുന്ന മോളെ? ആ അച്ഛ, കൊണ്ടുവച്ചതാ, അത് തീർന്നു പോയി. അച്ഛ, ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് അച്ഛനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ് ഇല്ല മോളെ. എന്നാലേ അച്ഛൻ പണി ചെയ്. അമ്പടി. എന്താ? ഒന്നുമില്ല. അച്ഛനത്ര ഫ്രീ ആയി മിണ്ടുന്ന ആളാണെന്ന് റിയക്ക് അറിയാമെങ്കിലും എപ്പോഴാണ് ബോധ്യമായത്. മുന്നേ ഇങ്ങനെ മിണ്ടിയിരുന്നെങ്കിൽ നല്ലൊരു കൂട്ടുണ്ടാക്കാമായിരുന്നു എന്നവൾ ചിന്തിച്ചു. മസിൽ പിടിച്ച മുഖം കണ്ട് ആവശ്യത്തിന് മാത്രം മിണ്ടോളെന്ന് താനാണ് തെറ്റിദ്ധരിച്ചത്. മഞ്ജു എത്ര കൂളായാണ് പപ്പ വരുമെന്ന് പറഞ്ഞത്. മോളെ, ഇങ്ങോട്ട് പോര്. എന്താ നീ ആലോചിക്കുന്നേ? ചിന്തയിൽ മുഴുകിയേറിയ അച്ഛൻ മുന്നോട്ട് നീങ്ങിയത് അറിഞ്ഞില്ല. അവൾ വേഗം അടുത്തേക്ക് ചെന്നു. അങ്ങനെ ശ്രീധരൻ വരമ്പിൻ്റെ അറ്റം വരെ ചാലെടുത്ത് മണ്ണ് പുറത്തേക്കാക്കിയ ശേഷം നെടുവേർപ്പെട്ടുകൊണ്ട് നിവർന്നു. വീശിയടിക്കുന്ന കാറ്റ് വാഴയിലകളെ തുടരെ തുടരെ ശബ്ദിപ്പിച്ചു. അങ്ങനെ അത് കഴിഞ്ഞു അല്ലേ? ആ, കഴിഞ്ഞു. എന്നാ നമുക്ക് പോയാലോ? ആ, ശരി അച്ഛ. അവർ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ശ്രീധരൻ ചാലിലൂടെയും റിയ മൺതട്ടിലൂടെയും നടന്നു. ബാലൻസ് ഇല്ലാത്ത നടത്തം കാരണം അവളുടെ കൈകൾ ഉയർന്നു. പിടുത്തം കിട്ടാൻ ശ്രീധരൻ്റെ ചുമലിൽ വലത്തെ കൈ പതിച്ചു. അയ്യോ, മോള് സൂക്ഷിച്ച്. ചിരിയായിരുന്നു അവളുടെ പ്രതികരണം. പെട്ടെന്ന് തന്നെ മഴയുടെ വരവറിയിച്ചുകൊണ്ട് മഴത്തുള്ളികളുടെ പതനം അടുത്തുള്ള വാഴത്തോപ്പിലെ ഇലകളിൽ പതിച്ചു. അച്ഛാ, മഴ! അയ്യോ, ചതിച്ചോ? ഓടിയാലോ? അപ്പോഴേക്കും വലിയ രീതിയിൽ തന്നെ മഴ തകർത്ത് പെയ്യാൻ തുടങ്ങി. നനയും. ശ്രീധരന് നനയുന്നതിൽ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ മരുമകളെ ആലോചിച്ച് അയാൾ ശങ്കിച്ചു പോയി.
വായെന്നും പറഞ്ഞ് അയാൾ പുറകിൽ വാഴത്തോപ്പിലേക്ക് കയറി. പുറകിൽ തലയിൽ കൈവച്ച് അവളും അവൻ്റെ ഒപ്പം കൂടി. വലിയ വീതിയുള്ള ഇലകളുടെ താഴെ ശ്രീധരൻ നിന്നു. പുറകെ അവളും വന്ന് നിന്നു. അവളുടെ മാക്സി അവിടെ ഇവിടെയായി കാൽഭാഗത്തോളം നനഞ്ഞിരുന്നു. വളരെ അടുത്തായി നിൽക്കുന്ന മരുമകളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവളുടെ മുഖത്തെ നെറ്റിയിൽ നിന്നും വെള്ളത്തുള്ളികൾ ഊറി വീഴുന്നത് കണ്ട് അയാൾ വേഗം തന്നെ മുഖം മാറ്റി. ഇതെന്ത് പരീക്ഷണമായി ഈശ്വര! ഇതുവരെ മകളെപ്പോലെ കണ്ട പെണ്ണിനെ ഇപ്പോൾ നോക്കാൻ പറ്റാത്ത അവസ്ഥയോ? അയാൾ മനസ്സിലോർത്തു. മോളെ, പണി പാളിയല്ലോ. ഞാൻ പറഞ്ഞതല്ലേ മോളെ നിന്നോട് പൊക്കോളാൻ. അത് കുഴപ്പമില്ല അച്ഛാ, വല്ലപ്പോഴും അല്ലേ. നിനക്ക് പനി പിടിച്ചാലോ? പനിയൊന്നും പിടിക്കില്ല അച്ഛാ, അതിന് മഴ നനയുന്നില്ലല്ലോ. അല്ല, അച്ഛൻ നനയുന്നുണ്ടോ? ഏയ്, എനിക്ക് കുഴപ്പമില്ല മോളെ. എനിക്കും കുഴപ്പമില്ല. ഈ പെണ്ണ്. അയാൾ തലയിൽ കൈവച്ചു. അച്ഛാ, ടോർച്ച് ഓഫാക്കി വെക്ക്. അപ്പോഴാണ് അയാളത് ഓർത്തത്. വേഗം തന്നെ തലയിലെ ടോർച്ച് ഓഫ് ചെയ്ത് കയ്യിൽ പിടിച്ചു. തലയിലെ വെട്ടം കണ്ട് ആരെങ്കിലും തെറ്റിദ്ധരിക്കണ്ട അച്ഛാ. ആര്? അല്ല, അമ്മയെങ്ങാനും വന്നാലോ? ആ, അത് ശരിയാ, ഞാൻ മാത്രമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആ അതെ അച്ഛാ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചിരിക്കാതെ നിൽക്ക് പെണ്ണെ, അയാൾ പറഞ്ഞു. അവർ നിന്നിരുന്ന സ്ഥലത്തേക്ക് വെള്ളം നിറയാൻ തുടങ്ങി. കീറിയിട്ട ചാലിലൂടെ വെള്ളം ഒലിക്കാൻ തുടങ്ങി. റിയയുടെ താഴേക്ക് നനയാനും തുടങ്ങി. അച്ഛാ, നല്ല തണുപ്പുണ്ടല്ലോ. ഉണ്ട് മോളെ, എന്താ ഇപ്പം ചെയ്യുക? കുറച്ചു നേരം കൂടി നോക്കാം അച്ഛാ. നീ നനഞ്ഞില്ലേ? ആ അച്ഛാ, നനഞ്ഞു. മകൻ രതീഷ് ഇവളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിൽ പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ ഇങ്ങനൊരവസ്ഥ എനിക്കുണ്ടായിട്ടില്ല. എന്നെന്തോ ആദ്യമായി മരുമകളുടെ കൂടെ ഇങ്ങനെ നിൽക്കേണ്ടി വന്നിരിക്കുന്നു. ഇവിടെ വെള്ളം കയറിയല്ലോ അച്ഛാ. അയാൾ ചിന്തകളെ തഴഞ്ഞ് ബോധത്തിലേക്ക് വന്നു. മഴയുടെ ശബ്ദം വീണ്ടും അയാളുടെ ചെവിയിൽ ഇരുമ്പിക്കൊണ്ടിരുന്നു. ഒരു വേള മകളെ ചേർത്ത് പിടിക്കണോ വേണ്ടയോ എന്ന് അയാൾ ശങ്കിച്ചു. പിടിച്ചാൽ എന്ത് കരുതും? വേണ്ട, നല്ലത് ചെയ്താൽ പോലും തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലമാണ്. പക്ഷേ തൻ്റെ മനസ്സിൽ തോന്നുന്നത് അത്ര നല്ലതല്ലെന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. പെട്ടെന്നുടനെ മഴയുടെ ശക്തി കുറയുന്ന പോലെ തോന്നിച്ചു. കാറ്റടിച്ചുകൊണ്ട് പോകുന്നതാവും. മോളെ, നമുക്ക് പോകാം. ഇതാണ് പറ്റിയ സമയം. ഇനിയും വൈകിയാൽ വീട്ടിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് അവളും ശരിവെച്ചു. ചാലിലൂടെ നടന്നാൽ മതി, മുകളിലൂടെ വന്നാൽ വീഴും. ആ ശരി അച്ഛാ. വാ. വാഴത്തോപ്പിൽ നിന്നും താഴേക്കിറങ്ങുമ്പോൾ അവളുടെ കൈ അയാളുടെ കയ്യിൽ പിടിച്ചിരുന്നു. ഭാര്യ അല്ലാതെ വേറൊരു പെണ്ണിൻ്റെ സ്പർശനം ആദ്യമായി ലഭിച്ചതുകൊണ്ടാകാം അത് അയാളുടെ മനസ്സിൽ ആഴത്തിലേക്കിറങ്ങി. മനസ്സിൽ ചിന്തകൾ മാറി മറിയുമ്പോൾ അങ്ങനെ ചിന്തിക്കാനേ അയാൾക്ക് തോന്നിയുള്ളൂ. പതിയെ റിയ ചാലിലേക്ക് ഇറങ്ങി നടന്നു. ആ സമയം അയാൾ കൈകൾ വിട്ടു. കൈ പിടിക്കച്ചാ. ഒരു മിനിറ്റ് മോളെ. അയാൾ ഒരു കൈയിൽ തൂമ്പയും മറുകൈയിൽ ടോർച്ചും പിടിച്ച് പുറകെ ഇറങ്ങി. മോളെ, ആ മാക്സി കുറച്ച് കയറ്റിപ്പിടിച്ചോ, അല്ലെങ്കിൽ ചെളിയാവും. അപ്പോൾ എൻ്റെ കയ്യോ? എന്നാ ഈ തൂമ്പയിൽ പിടിക്ക്. അയ്യോ, ചെളിയാകൂ അച്ഛാ. ആഹാ, വേറെ എവിടെ ചെളിയായാലും കയ്യിലാകരുത് അല്ലേ മോളെ? ഒന്ന് നടക്കച്ചാ. ഒരു കൈ തലയിലും വെച്ച് അവർ വരിവരിയായി നടന്നു. നടക്കുന്നതിനിടയിൽ അവളുടെ കാലുകൾ ഇടറുന്നുണ്ട്. ഇതൊന്നും ശീലമില്ലല്ലോ എന്നവൾ ആലോചിച്ചു. അപ്രത്യക്ഷമായി റിയയിൽ നിന്നും അയ്യോ എന്നൊരു വിളി കൂടി അവളുടെ 2 കൈകൾ മുകളിലേക്ക് ഉയർന്നു. ശ്രീധരൻ നെട്ടിക്കൊണ്ട് മോളെ എന്ന് വിളിച്ചു നോക്കിയതും മരുമകൾ നിലം തെറ്റി വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. പിടിക്കാൻ നോക്കിയതും അയാളും സ്ലിപ്പായി തൂമ്പ കയ്യിൽ നിന്നും വീണ് ടോർച്ച് മൺതട്ടിയിലും തെറിച്ചു. 2 പേരും നേരെ താഴേക്ക്. 2 ആളും ഊരയും കുത്തി താഴേക്ക് പതിച്ചു. ചാലിലെ വെള്ളം തെറിച്ചു. റിയ അയാളുടെ മേലേക്ക് ചാഞ്ഞു. കണ്ണിലും മുഖത്തും ചെളിയെല്ലാം തെറിച്ച് പടർന്നിരുന്നു. മോളെ, എന്തെങ്കിലും പറ്റിയോ? ആ അച്ഛാ, എൻ്റെ നടുവ് പോയി. അവൾ അല്പം സങ്കടത്തിൽ ചിരി കലർത്തിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, എഴുന്നേക്ക് മോളെ. ശ്രീധരൻ വേഗം എഴുന്നേറ്റ് പുറകിൽ നിന്നും അവളെ എഴുന്നേൽപ്പിച്ചു. അവളുടെ മാക്സി മുഴുവൻ നനവും ചെളിയും പടർന്നിരുന്നു.
എന്തെങ്കിലും പറ്റിയോ? ആ അച്ഛാ, നടുവിന് ചെറിയ വേദനയുണ്ട്. അയ്യോ, കഷ്ടമായിപ്പോയല്ലോ. വാ നടക്ക്, ആ ടോർച്ചിങ് എടുക്ക്, അവൾ അയാളെ ഓർമ്മിപ്പിച്ചു. ശേഷം റിയയുടെ കൈ പിടിച്ച് ഇരുവരും നടന്ന് അടുക്കളപ്പുറത്തേക്കെത്തി. മുഴുവൻ ചെളിയായല്ലോ മോളെ, അയാൾ ചോദിച്ചു. സാരില്ലച്ച, ഞാൻ വേഗം കുളിച്ചിട്ട് വരാം, പോകരുതെട്ടോ. ആ വേഗം, അവളിങ്ങ് ഉണരും. ഭാര്യ ഉണരാൻ സാധ്യതയില്ലെങ്കിലും ഉൾപ്പേടി കൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞു. ദാച്ച, ഇപ്പോൾ വരാം. റിയ വേഗം കുളിമുറിയിൽ കയറി. ശ്രീധരൻ ടോർച്ച് അവിടെ വെച്ച് പടിമേലിരുന്നു. മഴ വീണ്ടും കൂടി. കൂടെ കാറ്റ് ഇടയ്ക്കിടയ്ക്ക് വീശുന്നുണ്ട്. കുളിമുറിയിൽ കയറി റിയയ്ക്ക് ചിരിയാണ് വന്നത്. കുളി കഴിഞ്ഞ് തോർത്താൻ തുടങ്ങിയപ്പോഴാണ് മാറാൻ ഡ്രസ്സില്ലല്ലോ എന്ന് അവൾ ഓർത്തത്. അവൾ വാതിൽക്കൽ വന്ന് ശ്രീധരനെ വിളിച്ചു. ഇവളെന്തിനാ വിളിക്കുന്നത്? വല്ല മുറിവോ മറ്റോ ഉണ്ടായോ എന്ന് വിചാരിച്ച് അയാൾ ഡോറിന് മുന്നിൽ വന്ന് വിളി കേട്ടു. അച്ഛാ. ആ പറ മോളെ. അച്ഛാ, മാറാൻ ഡ്രസ്സൊന്നുമില്ല. ഓ, എന്താ ഇപ്പം ചെയ്യുക? അത് മുറിയിലാണുള്ളത് അച്ഛാ. ഞാൻ പോയി എടുക്കണോ? ശരി മോളെ, ഇപ്പോൾ കൊണ്ടുവരാം. ആ അച്ഛാ, കൊച്ച് ഉറങ്ങുമാകും, ഉണർത്താതെ ശ്രദ്ധിക്കണേ. ആ ശരി. അയാൾ വേഗത്തിൽ കാലും മുഖവും തുടച്ച് സ്വന്തം മുറിയിലേക്ക് ഒന്ന് ഊളിയിട്ട് ഭാര്യ ഉറക്കമാണെന്ന് ഉറപ്പുവരുത്തി മരുമകളുടെ മുറിയിലേക്ക് ലക്ഷ്യം വെച്ച് നീങ്ങി. എന്തൊക്കെ പരീക്ഷണമായ ഈശ്വര എന്ന് മനസ്സിൽ പറഞ്ഞ് പകുതി തുറന്ന അവളുടെ മുറിയിലേക്ക് കയറി. ഇരുണ്ട വെളിച്ചം ഓണായിട്ട് തന്നെ നിൽക്കുന്നത് കൊണ്ട് അയാൾക്ക് അത് എളുപ്പമായി. അവിടെ റാക്കിൽ കുറേ വസ്ത്രങ്ങളുണ്ട്. ഏതെടുക്കും എന്നയാൾ ഓർത്ത് ശങ്കിച്ചു. നേരത്തെ ഇട്ടത് മാക്സി അല്ലേ, അത് തന്നെ എടുക്കാം എന്നാലോചിച്ച് അയാൾ റാക്കിൽ മാക്സിക്ക് വേണ്ടി പരതി. പാവാടയും ചുരിദാറും ടോപ്പും സാരിയും എല്ലാം കണ്ടു. പക്ഷേ മാക്സി മാത്രം കാണുന്നില്ല. ബെഡിൽ ഉറങ്ങുന്ന കുഞ്ഞിനെ ഒരു വട്ടം നോക്കി അയാൾ ഷെൽഫിനടുത്തേക്ക് നീങ്ങി. അമ്മയുടെ വസ്ത്രങ്ങൾ എവിടെ മോനൂസേ? പേരക്കുട്ടിയോട് അടക്കം പറഞ്ഞ് ശ്രീധരൻ ഷെൽഫ് തുറന്നപ്പോൾ അവിടെയും കുറേ വസ്ത്രങ്ങൾ. നീക്കി അവസാനം വെള്ളപ്പൂക്കളുള്ള ഒരു മാക്സി കിട്ടി. അയാൾ വേഗം അങ്ങോട്ടേക്ക് ഓടി. ലക്ഷ്മിയോ മറ്റോ അറിഞ്ഞ പിന്നെ ജീവിച്ചിരിക്കണ്ട. ബാത്റൂമിന് മുന്നിലെത്തി മകളെ അയാൾ പതിയെ വിളിച്ചു. മോളെ. ആ കിട്ടിയോ അച്ഛാ? എന്താ ഇത്ര വൈകിയത്? അത് മോളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടി. താ അച്ഛാ. എങ്ങനെ തരാ മോളെ? അത് അച്ഛൻ കുറച്ച് മാറി നിൽക്ക്, ഞാൻ വാതിൽ തുറന്ന് കൈ നീട്ടാം. ആ ശരി മോളെ എന്നും പറഞ്ഞ് അയാൾ കുറച്ച് നീങ്ങി നിന്നു. അവൾ പതിയെ വാതിൽ തുറന്ന് കൈ നീട്ടി. വാതിലടച്ച ശേഷം അയാൾ ഓരോ കാര്യങ്ങൾ ഓർത്തു. ഈറണിഞ്ഞ മുടിയുമായി അവൾ പുറത്തേക്ക് വന്നു. അച്ഛാ, കുളിക്കുന്നില്ലേ? ആ ഉണ്ട്. മോൾക്കിപ്പോൾ വേദനയുണ്ടോ? ആ അച്ഛാ, കുറച്ച് വേദനയുണ്ട്. നടക്കാനാവില്ലേ? അത് ഇല്ല അച്ഛാ. ഒന്ന് ആലോചിച്ച ശേഷം അവൾ അങ്ങനെ പറഞ്ഞു. അയ്യോ, ഇനി എന്ത് ചെയ്യും മോളെ? സാരില്ല അച്ഛാ, അച്ഛൻ പോയി കുളിച്ചിട്ട് വാ, നമുക്ക് ഒന്നിച്ചു പോകാം. ആ ശരി മോളെ, ഞാനൊരു സ്റ്റൂള് കൊണ്ടുവരാം, മോള് അതിലിരുന്നോ. അത് കേട്ട് അവൾ തലയാട്ടി. സ്റ്റൂൾ എടുക്കാൻ പോയ ശ്രീധരനെ നോക്കി അവൾ അടക്കി ചിരിച്ചു. ഇതാ മോളെ, ഇതിലിരിക്ക്, ഞാൻ വേഗം വരാം. ശരി അച്ഛാ. മുടി വിരിച്ചിട്ട് റിയ അതിലിരുന്നു. ശ്രീധരൻ നേരെ കുളിക്കാൻ കയറി. വല്ലതും കിട്ടുമോ എന്നറിയാൻ അടുക്കളയിൽ വന്നതാണ്. ഇപ്പോൾ ഇവിടെ കുളിച്ചിരിക്കുന്നു. ഓരോ അവസ്ഥ. അവൾ അതോർത്ത് പുഞ്ചിരിച്ചു. അമ്മായച്ഛനുമായി ഒരു സാഹചര്യത്തിന് സ്കോപ്പ് ഉണ്ടാകുമെന്ന് അവൾ ചിന്തിച്ചു. തെറ്റാണ്, എന്നാലും ഇനി ഇവിടെ വേറെ ആരെ കിട്ടാനാണ്? ഒന്നുമില്ലെങ്കിലും എൻ്റെ അമ്മായച്ഛൻ തന്നെയല്ലേ. കൂടാതെ എൻ്റെ വസ്ത്രങ്ങൾ വരെ കൊണ്ടുവന്ന് തന്നു. എല്ലാം അപ്രത്യക്ഷമായി സംഭവിച്ചതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അതൊക്കെ പറഞ്ഞ് അങ്ങേരെ ഒന്ന് വട്ടുപിടിപ്പിക്കണം എന്നവൾ ഉറപ്പിച്ചു. കൊടുത്താൽ ആ ആരോഗ്യം വെച്ച് പൊളിക്കാമെന്ന് ഉറപ്പാണ്. ആലോചിക്കാൻ തന്നെ വയ്യ. എന്തായാലും നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് നന്നായി. അവൾ സ്വയം പുഞ്ചിരിച്ചു. അവളുടെ ചിന്തകൾ കയർ പൊട്ടിക്കുമ്പോൾ ശ്രീധരൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഒരു തോർത്തായിരുന്നു അയാളുടെ വേഷം.
മോളെ ഇപ്പോൾ എങ്ങനെയുണ്ട്? മറുപടിയായി നിസ്സംഗഭാവത്തിൽ അവൾ കൈമലർത്തി. എന്നാ നമുക്ക് പോയാലോ? എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല അച്ഛാ, എന്നെ ഒന്ന് താങ്ങ്. അയാൾ അവളെ താങ്ങി നടന്നു. അയ്യോ അച്ഛാ നിക്ക്. എന്താ മോളെ, എന്തു പറ്റി? അതച്ഛാ ചെറിയ വേദനയുണ്ട്. എന്നാ വേഗം വാ മോളെ, റൂമിലേക്കാക്കാം. കിടന്നാൽ കുറച്ച് ആശ്വാസം കിട്ടും. അതല്ല അച്ഛാ, കുറച്ചു നേരം ഇവിടെ നിൽക്ക്. ആ ശരി. നേരിയ വെട്ടം വീഴുന്ന ഇടനാഴിയിൽ അവർ നിന്നു. ഈ വേദന വേഗം മാറുമോ? അവൾ അച്ഛൻ്റെ ചെവിയിൽ മുഴിഞ്ഞു. ആ മാറിക്കോളും മോളെ, നാളെ രാവിലത്തേക്ക് മാറിയില്ലെങ്കിൽ നമുക്കൊന്ന് കാണിക്കാം. ആരെ? അത് വൈദ്യരെ. മോളെ നല്ല വേദനയുണ്ടോ? ആ അച്ഛാ ഉണ്ട്. മോളെ നമുക്ക് നടക്കാം, അവളെങ്ങാനും ഉണർന്നു വന്നാൽ ആകെ തീരും. ആ ശരി അച്ഛാ, നടക്കാം. അങ്ങനെ അവർ റൂമിലെത്തി. മോളെന്നാ കിടന്നു. അവൾ അർത്ഥസമ്മതത്തോടെ തലയാട്ടി. ശ്രീധരൻ നേരെ കുളിമുറിയിലേക്ക് ഓടി. എല്ലാം കഴിഞ്ഞ് പതിയെ ഇറങ്ങി ലൈറ്റുകൾ ഓഫ് ചെയ്ത് ശ്രീധരൻ റൂമിൽ വന്ന് കിടന്നു. പുലർച്ചെ എഴുന്നേക്കുന്ന ശീലമുള്ള ശ്രീധരൻ പിറ്റേ ദിവസം എഴുന്നേറ്റ് പറമ്പിലേക്കിറങ്ങി. മഴയും കാറ്റും അലങ്കോലമാക്കിയ തൊടിയിൽ വൃത്തിയാക്കുന്ന പണിയിൽ മുഴുകി. 7 മണിയോടെ അടിച്ചുവാരലിൻ്റെ ധ്വനി അയാളുടെ ചെവിയിൽ മുഴുകി. അത് കേട്ടപ്പോൾ ആകാംക്ഷ കൊണ്ട് പ്ലാവിൻ്റെ മറവിൽ പിടിച്ച് ഒന്ന് വീക്ഷിച്ചു. മരുമോളെ തന്നെയാണ് കാണാൻ സാധിച്ചത്. ഭാഗ്യം, വേദന ഒന്നും ഉണ്ടാകില്ല എന്നയാൾ ആശ്വസിച്ചു. എന്തായാലും ഇങ്ങോട്ടാണല്ലോ വരുന്നത് എന്നോർത്ത് അയാൾ വീണ്ടും പണിയിൽ മുഴുകി. ശബ്ദം അരികിലേക്ക് വന്നുവെന്ന് മനസ്സിലാക്കി അയാൾ നിവർന്ന് തിരിഞ്ഞു നോക്കി. രാവിലെ തന്നെ പറമ്പിലേക്ക് ഇറങ്ങിയോ? ചോദിച്ചുകൊണ്ട് ചൂരിൻ്റെ അറ്റം അരയിൽ കുത്തി അവൾ അച്ഛൻ്റെ അടുത്തേക്ക് നീങ്ങി. ആ മോളെ. അല്ല, മോളുടെ വേദന മാറിയോ? ഇല്ലച്ചാ. പിന്നെ എന്തിനാ ഈ പണിയൊക്കെ ചെയ്യുന്നേ? അത് പിന്നെ അമ്മയോട് എന്തു പറയും? കാര്യം പറഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കില്ലേ അമ്മ? ഓ അത് ശരിയാ മോളെ, ഇതും കൂടി ചെയ്താൽ വേദന കൂടും. കാണിക്കണോ? അത് വേണ്ടി വരും. എന്നാ ഇന്ന് തന്നെ പോകാം. പക്ഷേ അമ്മയോട് എന്തു പറയുമോ അച്ഛാ? എന്തെങ്കിലും വാങ്ങാനുണ്ടെന്ന് പറഞ്ഞിറങ്ങിക്കോ, പുറകെ ഞാനും ഇറങ്ങാം. ശരി. എത്ര മണിക്കാ? അതൊരു 9 മണി കഴിഞ്ഞ്. അത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. അധിക സമയം ഇവിടെ നിൽക്കണ്ട, അവൾ കണ്ട പ്രശ്നമാണ്. പിന്നെ അവനിന്ന് വരുമോ? ആ ഇന്ന് വരുമെന്നാ പറഞ്ഞത്. ശരി. ആ സമയം ശ്രീധരൻ്റെ ഭാര്യ ലക്ഷ്മി പുറത്തേക്ക് വന്ന് റിയയെ വിളിച്ചു. അവൾ അങ്ങോട്ടേക്ക് പോയി. ശ്രീധരൻ്റെ ചിന്തകൾ അടിമുടി മാറാൻ തുടങ്ങി. ഒന്നുമില്ലേലും മകൻ്റെ ഭാര്യയല്ലേ എന്നുള്ള ചോദ്യം മനസ്സിൽ തികട്ടുന്നുണ്ട്. 9 മണിയാകാൻ ശ്രീധരൻ കാത്തുനിന്നു. മെഡിക്കൽ ഷോപ്പിൽ പോകണം എന്ന വ്യാജേന റിയ സമയമായപ്പോൾ കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചിറങ്ങി റോഡിൻ്റെ കുറച്ചകലെ കാത്തുനിന്നു. വിത്ത് വാങ്ങണമെന്ന വ്യാജേന ശ്രീധരനും പുറകെ ഇറങ്ങി. ഇരുവരും കണ്ടുമുട്ടി. ശ്രീധരനെ കണ്ട് റിയക്ക് ചിരിയാണ് വന്നത്. വീട്ടിൽ 2-3 വണ്ടികൾ വെച്ച് പാവത്തെ പോലെ നടന്നു വരുന്ന അമ്മായപ്പൻ. എന്തൊക്കെയാ നടക്കുന്നത്? അമ്മായപ്പനെ വളക്കേണ്ടി വരുമോ? ചിരി തൂകി നിൽക്കുന്ന മരുമകളുടെ അകത്തേക്ക് കുളിച്ച് കുട്ടപ്പനായി അയാൾ എത്തി. എന്താ മോളെ, എന്തിനാ നീ ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല അച്ഛാ. അവർ മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. പറ. അല്ലച്ചാ, പുറത്തു പോകാൻ അമ്മയോട് കള്ളം പറയേണ്ടി വന്നില്ലേ? അത് മോളെ, നമ്മുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയില്ലേ. ആരെങ്കിലും വിശ്വസിക്കുമോ നമ്മൾ രണ്ടാളും രാത്രി തൊടിയിൽ വീണതറിഞ്ഞ? അത് കേട്ട് റിയ പൊട്ടിച്ചിരിച്ചു. വീഴൽ മാത്രമോ? വീണപ്പോൾ എന്നെ പിടിച്ചില്ലേ? അയ്യോ അങ്ങനെ പറയല്ലേ മോളെ, അബദ്ധം പറ്റിയതാ. കള്ള. മോളെ നമുക്ക് ഓട്ടോയിൽ പോകാം. അതിന് ഓട്ടോ എവിടെ അച്ഛാ? വാ നമുക്ക് നോക്കാം. അച്ഛാ ചെറിയ വേദനയേ ഉള്ളൂ, വൈദ്യൻ ചവിട്ടിത്തിരുമാനൊക്കെ പറയുമോ? ഏയ് ഇല്ല മോളെ, എനിക്കറിയാവുന്ന ആളാണ്. എന്തായാലും കുഴമ്പിടേണ്ടി വരും. മനസ്സിൽ ഒരു ലഡ്ഡു പൊട്ടിയതുപോലെ റിയ ഒന്ന് ആലോചിച്ചു. പക്ഷേ അവളൊന്ന് മൂളിയതേ ഉള്ളൂ.
അവർ വേഗം തന്നെ ശ്രീധരൻ അറിയുന്ന വൈദ്യൻ്റെ അടുത്തെത്തി. എന്താ ശ്രീധര, ഈ വഴിയൊക്കെ മറന്നോ? വൈദ്യൻ ചോദിച്ചു. ഏയ് ഇല്ലടോ. പിന്നെന്താ കാര്യം പറ, കേൾക്കട്ടെ. ഒന്ന് വീണു. ആര്, താനോ? ഏയ് ഞാനല്ല, മരുമോൾ. പുറകിൽ നിന്ന് റിയെ ശ്രീധരൻ അരികിലേക്ക് വിളിച്ചു. എന്തു പറ്റി? വൈദ്യൻ അവളെ അടിമുടിയൊന്ന് നോക്കി. റോസ് കളർ ചുരിദാറും കറുപ്പ് ഷോളും അണിഞ്ഞ് അഴകത്തെ യുവതി മുന്നിൽ നിൽക്കുന്നു. അയാളുടെ നോട്ടം കണ്ട് റിയ ഷോൾ ഒന്നുകൂടി നേരെ ഇട്ടു. പടിമേൽ ഒന്ന് വീണതാ. ഓ, എങ്ങനെയാ വീണത്? അത് നിബന്ധം കുത്തി. ശ്രീധരൻ അത് പറഞ്ഞപ്പോൾ അവൾക്കല്പം ചമ്മലുണ്ടായിരുന്നു. ഓ, അങ്ങനെയാണെങ്കിൽ നടുവിലേക്ക് വേദന പടരും. അത് കേട്ടപ്പോൾ ശരിയാണെന്ന് റിയക്ക് തോന്നി. ഇപ്പോൾ വേദന എങ്ങനെയുണ്ട്? ചെറുതായി ഉണ്ടെന്നാ പറയുന്നത്. ശ്രീധരൻ്റെ മറുപടി കേട്ട് വൈദ്യൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഉണ്ടെന്ന അർത്ഥത്തിൽ അവൾ തലയാട്ടി. ഇവിടെ വരൂ, ഇവിടെ ഇരിക്കൂ. വൈദ്യരുടെ അടുത്തുള്ള സ്റ്റൂളിലേക്ക് കാണിച്ചുകൊണ്ട് അയാൾ അവളെ അവിടെ ഇരുത്തി. റിയ നേരെ അമ്മായച്ചനെ നോക്കി. ചെല്ല് എന്നുള്ള രീതിയിൽ ശ്രീധരൻ കണ്ണനക്കി. റിയ പതിയെ എഴുന്നേറ്റ് അവിടെ ചെന്നിരുന്നു. തിരിഞ്ഞിരിക്ക്, അയാൾ പറഞ്ഞു. അവളത് അനുസരിച്ചു. അല്പം മുന്നോട്ട് വന്നോളൂ. അതും പറഞ്ഞ് വൈദ്യൻ നട്ടലിന് താഴെ തിരിയുന്നിടത്ത് ഒന്ന് അമർത്തി. റിയ വേദന പ്രകടിപ്പിച്ചുകൊണ്ട് അമ്മായപ്പനെ നോക്കി. വൈദ്യൻ വീണ്ടും വീണ്ടും അതിന് ചുറ്റും ഓരോ അമർത്തൽ പാസാക്കി. മരുന്ന് തൈലമിട്ട് പിടിക്കണം. ആ, വീട്ടിൽ പോയിട്ട് ചെയ്തോളാം. ഉടനെ റിയ കയറി പറഞ്ഞു. പത്തിക്കടി കൊണ്ട പോലെ വൈദ്യൻ അമർത്തിയൊന്ന് മൂളി. ഇവളുടെ ഭർത്താവ് എന്താ ചെയ്യുന്നേ? വൈദ്യൻ ചോദിച്ചു. മകൻ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവാണ്. ശ്രീധരൻ അതിനുത്തരം നൽകി. കൊച്ചുള്ളതാണോ? ആ, ഒരു മോനുണ്ട്. ഓ, അത് ശരി. അവിടെ ചെന്നിരുന്നോളൂ. അവളോട് പറഞ്ഞ ശേഷം വൈദ്യർ കടലാസിൽ കുത്തിക്കുറിച്ച് ശ്രീധരനെ നോക്കി. ഉള്ളിൽ നീരുണ്ടാവാം. നടുവ് മുതൽ താഴെ വരെ, അതായത് കീറൽ തുടങ്ങുന്നതിൻ്റെ ഇടതുവശം വരെ അമർത്തി ഒഴിയണം. പിന്നെ അതിന് നേരെ മുൻവശത്തേക്ക് കടന്ന് അവിടെയും വേണം. അത് കേട്ട് റിയ അമ്മായപ്പനും മുഖത്തോട് മുഖം നോക്കി. ഒന്ന് പെറ്റതല്ലേ, അതാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവളുടെ ഭർത്താവ് ഇവിടെ തന്നെയല്ലേ ഉള്ളത്? ആ, അതെ. അവൾ കയറി പറഞ്ഞു. ഒന്നറിഞ്ഞ് ചെയ്താൽ ഒരു ദിവസം കൊണ്ട് മാറുന്നതാണ്, ഇല്ലെങ്കിൽ 2 ദിവസം. പിന്നെ അത് ചെയ്യേണ്ടത് രാത്രിയും പുലർച്ചെയുമാണ്. അതയാൾ കൈനിട്ട് പറഞ്ഞതാണ്. എങ്ങനെ, ഭർത്താവ് കേമനാണോ? അത് പറഞ്ഞ് സ്വയം ചിരിക്കുന്ന വൈദ്യരെ കണ്ട് രണ്ടാളും കണ്ണുമിഴിച്ചു. ആ, അതെ, ശ്രീധരൻ പറഞ്ഞു. ശരി, എന്നാ ദക്ഷിണയും തന്ന് ഈ ചീട്ടെടുത്ത് അപ്പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങി പൊക്കോളൂ. നിരാശയുടെ ധ്വനി പടർന്ന് അയാളുടെ അവസാന വാക്കിൽ അത് മനസ്സിലാവാതെ ശ്രീധരനും റിയയും എഴുന്നേറ്റു. അങ്ങനെ റിയയും അമ്മായപ്പനും കുഴമ്പ് വാങ്ങി തിരിച്ചു. അയാളുടെ നോട്ടവും സംസാരവും എനിക്കത്ര പിടിച്ചില്ല കേട്ടോ, റിയ ചൊടിച്ചുകൊണ്ട് ശ്രീധരനോട് പറഞ്ഞു. ആ, അയാൾ അങ്ങനെയാ, പക്ഷേ മരുന്നുകൾ പിഴക്കാറില്ല. ഞാൻ വിചാരിച്ചു അച്ഛൻ എന്നെക്കൊണ്ട് ഇവിടം തന്നെ ഒഴിയിക്കുമെന്ന്. ഞാൻ അങ്ങനെ ചെയ്യുമോ മോളെ? പിന്നെന്താ, അയാളത് പറഞ്ഞപ്പോൾ അച്ഛൻ മിണ്ടാതിരുന്നേ? അതിനു മുന്നേ നീ കയറി പറഞ്ഞില്ലേ? അയാളുടെ ഒരു നോട്ടവും കൊഞ്ചലും, വഷളൻ. അത് കേട്ട് ശ്രീധരൻ ചിരിച്ചു. അല്ല, ആരാ തടവുക? അമ്മായപ്പൻ്റെ ചോദ്യം കേട്ട് റിയ നിസ്സംശയതയോടെ നടന്നു. അല്പസമയം കഴിഞ്ഞ് അവൾ ഫോണെടുത്ത് ഭർത്താവ് രതീഷിനെ വിളിച്ചു. 2 തവണ ഫുള്ള് റിങ് ചെയ്തിട്ടും അയാൾ എടുത്തില്ല. അപ്പോഴേക്കും ശ്രീധരൻ കൈ കാണിച്ച് ഒരോട്ടോയിൽ അവരിരുവരും കയറി. അവൻ എവിടെയാ ഉള്ളത്? ഇന്ന് വരുമോ? ശ്രീധരൻ ചോദിച്ചു. ആർക്കറിയാം, ഫോൺ എടുക്കുന്നില്ല. ആണോ? അപ്പോൾ ഇനി എന്തു ചെയ്യും? ആരാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഒരു വെള്ളടി വെട്ടിയ പോലെ ശ്രീധരൻ്റെ നെഞ്ചൊന്ന് ആളി. ഞാനോ? മനസ്സിൽ പറഞ്ഞുകൊണ്ട് അയാൾ അവളെ നോക്കി നിന്നതേയുള്ളൂ. അവളും ഇമ്മ ചിമ്മാതെ അയാളെ നോക്കി. അപ്പോൾ എങ്ങനെയാ? ഓട്ടോ ഡ്രൈവറെ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്ത് റിയ മൗനം പാലിച്ചു നിന്നു. അയാൾക്കതിൻ്റെ കാര്യം പിടികിട്ടി. ചേട്ടാ,
ഒരു മെഡിക്കൽ ഷോപ്പിൽ നിർത്ത്. റിയ ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് ശ്രീധരൻ ഓർത്തത്. അയ്യോ, വിത്ത്. വിത്തോ? അതെന്താ അച്ഛാ? അത് മോളെ, ഞാൻ വിത്ത് വാങ്ങണമെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ശ്രീധരൻ പറഞ്ഞപ്പോൾ അവൾ കുലുങ്ങി ചിരിച്ചു. വീട്ടിലേക്കുള്ള റോഡിലേക്ക് കയറിയതും റിയ വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. അത് അയാൾക്കും ആവശ്യമായിരുന്നു. ശേഷം അവർ വീട്ടിലേക്കുള്ള നടത്തം ആരംഭിച്ചു. മോളെ, എന്താ അച്ഛാ? എന്താ മോളെ ചെയ്യേണ്ടത്? അത് അച്ഛൻ ചെയ്തു തരില്ലേ? അത് മോളെ എന്താ? അയ്യോ, അങ്ങനെയല്ല മോളെ. രതീഷേട്ടനെ വിളിച്ച് നോക്കട്ടെ അച്ഛാ. വന്നില്ലെങ്കിൽ അച്ഛൻ ചെയ്തു തരേണ്ടി വരും. കയ്യിൽ നിന്നും പോകുമോ എന്ന പേടി കാരണം അയാൾ മൗനം പാലിച്ചു. അങ്ങനെ സംഭവിച്ച പിന്നെ തീർന്നു. എന്താ, അച്ഛൻ ചെയ്തു തരില്ലേ? അതുകൊണ്ടല്ല മോളെ. ഞാൻ എങ്ങനെ വരാനാ? അവളവിടെ ഇല്ലേ? അമ്മ ഉറങ്ങിയിട്ട് വന്നാൽ മതി അച്ഛാ. ഞാൻ വാതിൽ ലോക്ക് ചെയ്യാതിരുന്നാൽ പോരെ? 2 കൈകൊണ്ടും ഷോളിൻ്റെ തുമ്പ് പിടിച്ച് നടന്നുകൊണ്ടവൾ പറഞ്ഞു. അപ്പോൾ കൊച്ചോ? അവൻ രാത്രി നല്ല ഉറക്കമായിരിക്കും അച്ഛാ. ഒരു പേടിയില്ലാതെ വിളിക്കുന്ന മരുമകൾ അയാൾ ഓർത്തു. പിന്നെ രതീഷേട്ടൻ വരുമോ എന്നറിയില്ല. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ അറിയിക്കാം. ശരി മോളെ. അയാൾ ഒന്ന് മൂളി നടന്നു. അങ്ങനെ 2 പേരും വീട്ടിലെത്തി. 2 കാര്യങ്ങൾ കൊണ്ട് അയാളുടെ മനസ്സ് പെരുമ്പാറ കൊട്ടി. രാത്രി മകൻ രതീഷ് വരുമോ എന്നും കൂടാതെ ഭാര്യ ലക്ഷ്മി അറിയരുതേ എന്നും. പാതി മനസ്സോടെ അയാൾ പറമ്പിലേക്കൊന്നും ഇറങ്ങാതെ പേരക്കുട്ടിയോടൊപ്പം കളിച്ചിരുന്നു. അതുകൊണ്ട് ലക്ഷ്മിക്കും നല്ല ആശ്വാസം കിട്ടി. ഇല്ലെങ്കിൽ ഏതു നേരവും കൊച്ചു ലക്ഷ്മിയുടെ ഒപ്പമാണ്. ഇതേ സമയം റിയ പുറകിൽ പണിയൊക്കെ പൂർത്തിയാക്കി അലക്കും വിരിച്ചിടുമെല്ലാം തീർത്ത് വൈകുന്നേരം 6 മണിയോടെ കുളി കഴിഞ്ഞെത്തിയിരുന്നു. രാത്രി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് റിയയുടെ ഫോണിൽ ഭർത്താവ് രതീഷിൻ്റെ കോള് വന്നു. അച്ഛനോട് ഭർത്താവാണ് കോളിലെന്ന് കാണിച്ച് അവൾ മുറിയിലേക്ക് പോയി. ഹലോ രതീഷേട്ടാ. എടി, ഞാൻ പറഞ്ഞില്ലേ പണി സമയത്ത് എന്നെ വിളിക്കരുതെന്ന്. അതല്ല, ഇന്നലെ പിന്നെ വിളിച്ചില്ലല്ലോ, അതാ ഞാൻ. ശരി, എന്താ കാര്യം? അത് ഇന്ന് വരില്ലേ? എന്തേ? ഒന്നുമില്ല, ചോദിച്ചതാ. നോക്കട്ടെ, സംശയമാണ്. അതല്ല, ഉറപ്പ് പറയണം. 2 ദിവസമായി നിങ്ങൾക്ക് ഭക്ഷണം എടുത്ത് വെച്ച് കളയുന്നു. ആ, നാളെ ഉണ്ടാകൂ. വർക്ക് ഇനിയും തീർന്നിട്ടില്ല. ഡാ രതീഷേ, വാടാ. ഇടയിൽ ഫോണിലൂടെ രതീഷിനവരെ വിളിക്കുന്നത് റിയ കേട്ടു. എന്താ രതീഷേട്ട പരിപാടി? പരിപാടിയൊന്നും ഇല്ലടി, നീ വെച്ചോ. അപ്പോൾ ഭക്ഷണം വേണ്ടല്ലോ, അച്ഛന് കൊടുക്കാനാണ്. അതിനെന്തിനാടി നീ എന്നോട് ചോദിക്കുന്നേ? അച്ഛന് കൊടുത്തോ? എല്ലാം കൊടുക്കട്ടെ, അച്ഛൻ കൊതിയനാണെന്നറിയാലോ. ആ, എല്ലാം കൊടുക്ക്. ഇനി എന്തായാലും ഞാൻ വരാൻ ചാൻസ് ഇല്ല. ശരി. റിയ കോൾ കട്ട് ചെയ്തു. ശേഷം തിരിച്ച് ഡൈനിങ് ടേബിളിലേക്ക് വന്നു. ഭക്ഷണം വിളമ്പി വെച്ചിട്ട് നീ എവിടെ പോയതാ പെണ്ണേ? അമ്മ ലക്ഷ്മിയുടെ ചോദ്യമായിരുന്നു അത്. രതീഷേട്ടൻ വിളിച്ചതാ അമ്മേ. ഓ, അവൻ വരുന്നുണ്ടോ ഇന്ന്? ഇല്ല. അച്ഛനെ നോക്കിയായിരുന്നു റിയ അത് പറഞ്ഞത്. അയാൾ ഒന്ന് ഞെട്ടിയത് അവൾ അറിഞ്ഞു. കഴിക്കാനുള്ളത് മുഴുവൻ അച്ഛന് കൊടുക്കാൻ പറഞ്ഞു. ശേഷം അവൾ അമ്മായിപ്പനെ ഒന്ന് നോക്കി. അയാൾക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. സന്തോഷിക്കണോ വേണ്ടയോ എന്നും ഒന്നും മനസ്സിലാവുന്നില്ല. തീറ്റപ്രാന്തന് ഇന്ന് കോളായല്ലോ. ആസ്ഥാനത്ത് ഭാര്യ ലക്ഷ്മിയുടെ സംസാരം കേട്ട് ശ്രീധരനാകെ വട്ടുപിടിച്ചു. അതുകണ്ട് റിയക്ക് ചിരിയാണ് വന്നത്. കേട്ടില്ല മനുഷ്യ, കഴിക്ക്. ഭാര്യയുടെ കിഴുക്ക് ചുമലിൽ കെട്ടിയപ്പോൾ അയാൾ ബോധത്തിലേക്ക് വന്നു. കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റു. പാത്രങ്ങൾ അമ്മ കഴുകുന്നത് കൊണ്ട് റിയ കൊച്ചിനെയും എടുത്ത് റൂമിലേക്ക് പോകാൻ ഒരുങ്ങി. ഹോളിലിരിക്കുന്ന ശ്രീധരൻ്റെ അടുത്ത് വന്ന് അവൾ ചെവിയിൽ മന്ത്രിച്ചു. അമ്മ ഉറങ്ങിക്കഴിഞ്ഞ് റൂമിലേക്ക് പോര്. കുളിർ കാറ്റടിച്ച പോലെ അയാളൊന്ന് കുളിരി കോരിപ്പോയി. എന്നാൽ ഭാര്യലക്ഷ്മി വേഗം ഉറങ്ങാൻ വേണ്ടി അയാളുടെ മനസ്സ് പ്രാർത്ഥിച്ചു. 11 മണിയിൽ കൂടില്ല, പക്ഷേ എപ്പോൾ ഉണരുമെന്ന് ഒരു പിടിയുമില്ല. 12 മണിയിൽ കൂടിയാൽ ഗാഠനിദ്രയാണ്, അതയാൾക്ക് ഉറപ്പുണ്ട്. ചെരിഞ്ഞും മറിഞ്ഞും കിടന്ന് 11 മണിയായപ്പോൾ അയാൾ പതിയെ എഴുന്നേറ്റു.
ലക്ഷ്മിയെ ഒന്ന് രണ്ട് വട്ടം കുലുക്കി നോക്കി. അവളൊന്ന് മൂളിയില്ലെങ്കിലും കുഴപ്പമില്ല. അയാൾ പതിയെ മുറിക്ക് പുറത്തിറങ്ങി വാതിലടച്ചു. മരുമകളുടെ റൂം ലക്ഷ്യമാക്കി നീങ്ങി. പറഞ്ഞതുപോലെ റൂം ലോക്കല്ല. പതിയെ തുറന്ന് ഉള്ളിൽ കയറി. ശേഷം വാതിലടച്ചു. ആ ശബ്ദം കേട്ട് റിയ കണ്ണു തുറന്നു. അച്ഛൻ റൂമിലെത്തിയത് മനസ്സിലാക്കി പതിയെ മോൻ ഉണരാത്ത രീതിയിൽ അവൾ എഴുന്നേറ്റു. എന്താ വൈകിയേ? റിയ ചോദിച്ചു. അത് അവൾ ഉറങ്ങാൻ. എന്നിട്ട് ഉറങ്ങിയോ? ആ. കുഴമ്പെവിടെ? അതിന് മറുപടിയായി തട്ടിൽ വെച്ച കുഴമ്പ് ബോക്സ് അവൾ അച്ഛനെ എടുത്തു കൊടുത്തു. എവിടെന്നാ? ഉറങ്ങിക്കിടക്കുന്ന പേരക്കുട്ടിയെ നോക്കി അയാൾ ചോദിച്ചു. താഴെ ഷീറ്റ് വിരിച്ചാലോ? അച്ഛൻ്റെ ഇഷ്ടം. ശേഷം അവൾ പായ വിരിച്ച് അതിന് മുകളിൽ ഷീറ്റ് വിരിച്ചു. ശേഷം ഒരു തലയണയെടുത്ത് തലയുടെ ഭാഗത്ത് വെച്ചു. അവിടെ ഇരിക്കച്ച, അവൾ അയാളോട് പറഞ്ഞു.